This news is sponsored by Gurudharma Mission Hospital, KK Road, Mala. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് മാള വലിയ പറമ്പിലുള്ള കെൽടെക് സർജിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ്. സർജിക്കൽ ബ്ലേഡ് പോലെയുള്ള മറ്റ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നിർമ്മിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് കെൽടെക് സർജിക്കൽസിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സായ ജിമ്മിയും അജ്മലുമാണ്. സാധാരണ ഇതുപോലെയുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഇത് നിർമ്മിക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്? നമ്മൾ 2008 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് കൊരട്ടിയിലായിരുന്നു സ്ഥാപനം. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇക്കായിട്ട് ഇത് പാർട്ട്ണർഷിപ്പായി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ 2008 തൊട്ട് നമ്മൾ ഫീൽഡ് ഓൾ ഇന്ത്യ ഇത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. 2008 കൊരട്ടിയിലായിരുന്നു നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം. 2 വർഷമായി. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ പറയാ, അതിന്റെ സാധ്യതകൾ അത്രത്തോളാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ? നല്ല സാധ്യതയുള്ള ഒരു ഫീൽഡാണത്. ഇതില്ലാതെ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന അതേ ക്വാളിറ്റി തന്നെ, അതേ സാധനങ്ങൾ തന്നെ അതിന്റെ പകുതി വിലക്ക് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് റേറ്റ് കുറവിന് തന്നെ നമ്മൾ ഇവിടെ വീട്ടിലെ ഏറ്റവും മാർക്കറ്റ് ഫീൽഡിലുള്ള ജർമ്മൻ കമ്പനികളാണ്. അവരൊക്കെ റേറ്റ് ഭയങ്കര ഹൈ ആണ്. വെച്ച് അതിനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ് വളരെ. അത് മാത്രമല്ല 3 വർഷം ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. 3 വർഷം ഗ്യാരണ്ടിയും ഉണ്ട്. ചേട്ടത് എന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ആണ്? ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോൾ എന്ത് സർജറിക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം ഓരോ നമുക്ക് അതിന്റെ സാമ്പിൾ തരും, അല്ലെങ്കിൽ കാറ്റലോഗ് തരും. അപ്പം അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ. ഇതിൻ്റെ തന്നെ പല സൈസുകളിലായിട്ട് വരുന്നത്. ഇത് 3mm കട്ടിങ് ആണ് ഇതിൻ്റെ. ഇതിന് തന്നെ പല സൈസുകളിൽ വരും. ഇത് 5mm കട്ടിങ്. ഇപ്പോൾ ഇത് നോക്കിയോ, ഇത് 45 ഡിഗ്രി, 90 ഡിഗ്രിയുടെ വരുന്നത്. ഇത് ഡൗണ് ന്യൂറോനാണ് വരുന്നത് തോന്നുന്നത്. എനിക്ക് അതിന് കറക്റ്റ് നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് തരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അത്ര മാത്രം തന്നെ. ഇതിന്റെ മൂർച്ചയൊക്കെ ഇവിടെ തന്നെ ഇതിന്റെ A to Z നമ്മളാണ് ചെയ്യണം. ഇതിന്റെ ഫസ്റ്റ് നമുക്ക് വരുന്നത് 420 ഗ്രേഡിലുള്ള സ്റ്റീലാണ് വരിക. റോഡ് സ്റ്റീലിൻ്റെ അസസറാണ് അത്. 420 410 ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ 420 ഉപയോഗിക്കുന്നത്. 420 എന്ന് പറയുമ്പോൾ ടെമ്പർ കൂടുതൽ കിട്ടും. 410 ഉപയോഗിക്കുമ്പോൾ നമുക്ക് വർക്കേഴ്സിന് പണി ചെയ്യാൻ എളുപ്പമായിരിക്കും. 420 ടെമ്പർ കൂടുതലായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ്സിന് കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടും. ഷാർപ്പിംഗ് ആയാലും ശരി, ആക്ഷൻ ആയാലും ശരി, ടെമ്പർ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 420 ഉപയോഗിക്കണം. ആ റാഡ് ഞങ്ങൾ കാണിച്ചു തരാം. ഇതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമ്മളിത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയിട്ട് ഡോക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ കട്ടിങ് ശരിയല്ല പറഞ്ഞ സാധനം നമുക്ക് റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര്, നമ്മുടെ ക്വാളിറ്റി അതത്ര മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവരുള്ളൂ. ഡോക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർക്ക് അത് സാറ്റിസ്ഫൈ. ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഏത് തരം ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? സർജിക്കൽ ഗ്രേഡ് 410 ആൻഡ് 420 ആണ്. ആ ഗ്രേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടി പ്രത്യേക ഗ്രേഡ് മാഗ്നറ്റ് പിടിക്കും, കാർബൺ കണ്ടന്റ് കൂടുതലാണ്. ഓക്കെ നമ്മളിവിടെ നിന്ന് എത്ര തരം ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്? 10,000 എബോ ഉണ്ട്. 10,000 എബോ ഇവിടെ തന്നെ നിർമ്മിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് നിർമ്മിച്ചിങ്ങനെ പോകുന്നു. പിന്നെ അതിൽ കാർഡിയാക്ക്, ന്യൂറോ, സ്പൈൻ, ഗൈനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും വരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇവിടെ തന്നെ ഉണ്ട്. ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? നമ്മ പാലക്കാടുള്ള വർക്കേഴ്സാണ് എല്ലാവരും. അവരെ കുലത്തൊഴിലാണ്. ഓക്കെ അപ്പൊ അവര് ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയവര് തന്നെയാണ്. നാട്ടിൻപുറത്തുകാരാണ്, എല്ലാവരും മലയാളികളാണ്. അവർക്കൊരു തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു തൊഴിൽ സാധ്യത കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അത് ഓരോ സാധനങ്ങൾക്കും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നമുക്കിവിടെ 5mm മുതലുള്ള റാഡുകളുണ്ട്. ഓരോ സാധനങ്ങൾക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ഈ സാധനം അടിക്കുന്നത് ഇത് 4G ആണെങ്കിൽ ഇതിന് 14mm റാഡ് വേണം. ഇതിന് നമ്മൾ ഓലയിൽ വെച്ച് പഴുപ്പിച്ച് 4G ചെയ്യണം. നമ്മുടെ സൈസിനുള്ള സാധനങ്ങളാക്കിയിട്ട് നമ്മൾ
നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എവിടേക്കാണ് സെയിൽ ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിനകത്ത് തന്നെയാണോ അല്ലെങ്കിൽ പുറത്തേക്കും ഉണ്ടോ? ഇല്ല, നമ്മൾ ഓൾ ഇന്ത്യ കവർ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ സെയിൽ, ഹോസ്പിറ്റലിലേക്കാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് സെയിൽ നടക്കുന്നുണ്ട് ഓൾ ഇന്ത്യ. എല്ലാ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർട്ടിസ്, അപ്പോളോ. ഓക്കെ ഓക്കെ. കേരളത്തിൽ അറിയപ്പെടുന്ന ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? നമ്മളിപ്പോൾ അമൃതയിൽ ചെയ്യുന്നുണ്ട്, ആസ്റ്റർ, ഏറ്റുമാനൂർ കാരിത്താസ്, എറണാകുളം മെഡിക്കൽ സെന്റർ, പിന്നെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം അനന്തപുരി, SUT, അതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ എന്തിനുള്ളതാണ്? ഇത് മൈക്രോ സർജറിക്കുള്ളതാണ്. കാർഡിയാക്കിന് ഉപയോഗിക്കുന്നു, സ്പൈൻ സർജറിക്ക് ഉപയോഗിക്കുന്നത്. TC ആണ്, ടെൻഷൻ കാർബിലെ ടിപ്പാണ്. അതാണ് ഇതിന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ഗോൾഡൻ കളർ കൊടുത്തത്. ഈ ഒരു സംഭവം എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് ഓർത്തോപെഡിക് ഇൻസ്ട്രുമെന്റ്സാ, ബോൺ ലിവർ ആണ്. നമുക്കിത് PVC മെറ്റീരിയലാണ്. ഇത് നമുക്ക് സർജറിയുടെ സമയത്ത് സിയാമിൽ ഇത് കാണില്ല. ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഇത്രത്തോളം നോളേജ് എങ്ങനെയാണ് കിട്ടിയത്? ഇത് നമ്മൾ 2008 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷമുള്ള എക്സ്പീരിയൻസ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടേഴ്സിനെ കാണുന്നതാണ്. അവരുടെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യും. നമ്മൾ ചില ഡോക്ടേഴ്സ് നേരിട്ട് OT-യിൽ കൊണ്ടുപോയി ഇത് കാണിച്ചു തരും. നേരിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത്ര നേരം നമ്മോടൊപ്പം ഉണ്ടായത് കെൽടെക്കിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സായ ജിമ്മിയും അജ്മലാണ്. ഈ ഒരു സംരംഭത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിഞ്ഞു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അന്യം നിന്ന് പോകുന്ന ഒരു കുലത്തൊഴിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു തൊഴിൽ സാധ്യതയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം. ഗുരുധർമ്മം മിഷൻ ഹോസ്പിറ്റൽ, KK റോഡ്, മാള. സമ്പൂർണ്ണ മെറ്റേണിറ്റി കെയർ പാക്കേജ്. അമ്മയും കുഞ്ഞും പ്രസവ ചികിത്സയും പരിചരണവും ഇനി കൂടുതൽ സ്നേഹത്തോടെ. ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള എല്ലാ ചിലവുകളും ഉൾപ്പെടുന്ന പ്രത്യേക പാക്കേജുകൾ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലേബർ റൂം, NICU, PICU. ദീർഘനാളത്തെ സേവന സമ്പത്തുള്ള ഡോക്ടർമാർ. അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തിനായി പരിചയ സമ്പന്നരായ സ്റ്റാഫ്. കൂടാതെ ഹോസ്പിറ്റൽ ബിൽ തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം. ഗുരുധർമ്മം മിഷൻ ഹോസ്പിറ്റൽ, KK റോഡ്, മാള. ഫോൺ നമ്പർ 7222882222. മറ്റൊരു നമ്പർ 048029682282.